പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമുക്ക് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ മാനസികമായിട്ട് നമ്മൾ തളർന്നു പോകാറുണ്ട് ഒരുപാട്, അല്ലേ? അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്കൊരു സന്തോഷവും ഒരു ഉണർവും കിട്ടുന്നതിന് എന്താ ചെയ്യേണ്ടത്, ഒന്ന് പറഞ്ഞുതരാമോ? മാനസികപരമായ സന്തോഷം കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളാണ് നമ്മുടെ സന്തോഷം കണ്ടെത്തേണ്ടത്. നമ്മുടെ സന്തോഷത്തിൻ്റെ താക്കോല് മറ്റൊരാളെ നമ്മളെ ഏൽപ്പിക്കാതിരിക്കുക, നമ്മുടെ കയ്യിൽ തന്നെ സൂക്ഷിക്കുക. ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുക എന്ന് പറയുന്നത് ആത്മീയമായ ഒരു ഉന്നതിയിലൂടെയാണ് കിട്ടുക. യഥാർത്ഥ സന്തോഷം എന്ന് പറയുന്നത് അതിപ്പോൾ എല്ലാ മനുഷ്യരെ കൊണ്ട് പെട്ടെന്ന് കരസ്ഥമാക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ലല്ലോ. അതിന് നമ്മൾ ഒരുപാട് പടച്ചവന് വേണ്ടി മാത്രം ജീവിക്കേണ്ട സാഹചര്യങ്ങളിലൂടെ കടന്നു പോകണം. ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയാസം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു സന്തോഷം ഉണ്ടാവും, ഒരു സന്തോഷം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു പ്രയാസം ഉണ്ടാവും. അങ്ങനെയാണ് അല്ലാഹു തആല തന്നെ വിശുദ്ധ ഖുർആനിൽ പരിചയപ്പെടുത്തുന്നത്. അങ്ങനെയാണ്, ഇന്ന മഅൽ യുസ്രി യുസ്റ. ഒരു പ്രയാസത്തിന് ശേഷം എന്തുണ്ട്? ഒരു സന്തോഷം ഉണ്ടാവും, ഒരു സന്തോഷത്തിന് ശേഷം ഒരു പ്രയാസം ഉണ്ടാവും. ഇതെല്ലാം നമ്മൾ ഉൾക്കൊണ്ടാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിലെ സന്തോഷങ്ങളെയും പ്രയാസങ്ങളെയും നമുക്ക് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് ജീവിക്കാൻ നമുക്ക് പറ്റത്തുള്ളൂ. ഏതുപോലെ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് ഒരു പരീക്ഷണം അല്ലാഹു തആല തരിക, ഒരു വയ്യായിക തരുന്നു. ഒരു വയ്യായിക തന്ന് അസുഖങ്ങൾ മാറുമ്പോൾ നമ്മൾ ചിന്തിക്കണം, എനിക്ക് ഇത്ര അസുഖം, ഇത്ര വയ്യായികയായാലും പടച്ചവൻ തന്നോളൂ. നമ്മുടെ ചുറ്റുഭാഗത്ത് താമസിക്കുന്ന പലരുടെയും അവസ്ഥ എന്താ? വർഷങ്ങളായിട്ട് രോഗശയ്യയിൽ കിടക്കുന്നവരുണ്ട്. അതേപോലെ തന്നെ കുഞ്ഞു മക്കളുണ്ടായിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങാത്ത അവസ്ഥകളുണ്ട്. അപ്പോൾ അല്ലാഹു തആല എനിക്ക് ഇത്തരം പരീക്ഷണങ്ങളായാലോ തന്നിട്ടുള്ളൂ എന്ന ആ ഒരു കരുതലിന് നമ്മൾ മുന്നോട്ട് ജീവിക്കുമ്പോൾ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ് നമ്മൾ ജീവിക്കാൻ തയ്യാറാവുമ്പോൾ അല്ലാഹു തആല പിന്നെ നമുക്ക് എന്ത് ചെയ്യും? അനുഗ്രഹങ്ങൾ നൽകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നല്ല, നൽകുന്നത് ഉറപ്പ് തന്നെയാണ്. കാരണം അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് ശ്രമിക്കുക എന്നൊന്നുമില്ല. അള്ളാഹുവിനൊരു അടിമയെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അല്ലാഹു തആല അവൻ്റെ അനുഗ്രഹങ്ങൾ വാരിക്കോരി കൊടുക്കുമെന്നാണ് അനുഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷെ ആദ്യം നമുക്ക് വേണ്ടത് നമ്മുടെ ഹൃദയത്തിൽ അള്ളാഹുവിലുള്ള ആ രൂഢമൂലമായ വിശ്വാസം എന്ത് ചെയ്യണം? നമ്മൾ കറക്റ്റ് ചെയ്യണം. നമുക്ക് എന്ത് പരീക്ഷണം വന്നാലും, എന്ത് പ്രയാസങ്ങൾ വന്നാലും, ബുദ്ധിമുട്ടുകൾ വന്നാലും അള്ളാഹു നമുക്കതൊരു അനുഗ്രഹമായിട്ടാണ് തരുന്നതെന്നൊരു വിശ്വാസം നമ്മുടെ ഹൃദയത്തിലുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നമുക്കിതിനൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? തരണം ചെയ്യാൻ പറ്റും. ഇൻഷാ അല്ലാഹ് അങ്ങനെയുള്ള ജീവിതം, നമ്മുടെ ജീവിതം അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇൻഷാ അല്ലാഹ്.